ഇത്രയും വലിയ വീടും സൗകര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല. നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവും. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് സൗകര്യമായിട്ട് സംസാരിക്കാനോബേ. ഈ വീട്ടുനടയിൽ വെച്ച് തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്ത് വന്നാലും ശരി, ഇവൾക്ക് നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവരും. നിന്റെ ചേച്ചി ഉൾപ്പെടെ നമ്മളോട് കാണിച്ച ചതിക്ക് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. എല്ലാവരും കേൾക്കാൻ ഞാനൊരു കാര്യം കൂടി പറയാം. സന്ദീപിന്റെ അനഘയുടെ വിവാഹത്തിന് വൃന്ദാവനം വന്ന എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം ആ ദിവസം അതേ മുഹൂർത്തത്തിൽ തന്നെ ആതിരയുടെ വിവാഹവും ഞാൻ നടത്തും. അത് ഈ വീടിന്റെ നടയിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കാ. അനൂപിന്റെ ഒരിക്കലും മാറാത്ത വാക്ക്. വാ മോളെ. മീരെ, നീ ഇവിടെ എന്ത് നോക്കിക്ക? വാ. വിവാഹത്തിന് ഉറപ്പായിട്ടും വിളിക്കും. സത്യം പറഞ്ഞ അച്ഛൻ ഇങ്ങനൊരു സർപ്രൈസ് ആയിരുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എല്ലാം എന്റെ അനഘയുടെ ഭാഗ്യം. ആ അതെ അതെ. അവന് ശരിയടി. ആ ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ബൈ. എടുത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് സന്ദീപിന്റെ ആതിരയുടെയും കാര്യം. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാ അത് അനഘയുടെ ജീവിതത്തെ കൂടി വല്ലാതെ ബാധിക്കും. സന്ദീപിനോടും ആതിരയോടും ഞാൻ സംസാരിച്ചിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോഴും അവരുടെ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവരതിൽ ഉറച്ചു നിൽക്കട്ടെ. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാനാവും? ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അനുഭവത്തിലൂടെ അവരത് പഠിച്ചോളൂ. അതിന് നീ എന്തിനാ ഇതും പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ വീണ്ടും വീണ്ടും വരുന്നേ? ഇതിപ്പോ പണ്ടെങ്ങാണ്ട് ആരോ പറഞ്ഞ പോലെ പശുവും ചത്തു മോരിലെ പുളിയും പോയി. എന്നിട്ട് നീ ഇപ്പോഴും അവരുടെ നടക്കാത്ത പ്രേമസുവിശേഷമായിട്ട് എന്റെ പുറകെ നടക്കുവാണോ? നീ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ അപേക്ഷിക്കുന്നതിന് പകരം നിന്റെ അനിയത്തിയോട് പോയി പറ. അവനെ അങ്ങ് മറന്നാളെ. എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് അനഘയെ ഞാൻ പിന്തിരിപ്പിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ സ്വയം എടുത്ത തീരുമാനത്തിൽ നിന്ന് ആതിരെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതല്ലേ? അതല്ലേ അതിന്റെ ശരിയും. ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞേനെ. പക്ഷെ അവര് തമ്മിലല്ലേ സ്നേഹിക്കുന്നത്. അപ്പോ ഒന്നിക്കേണ്ടത് അവര് തന്നെയല്ലേ? ഓഹോ, എന്ന് ആര് പറഞ്ഞു? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരാകുമ്പോ അവർക്ക് ഭൂരിപക്ഷം പേർക്കും ഒരിക്കലും അവർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രണയബന്ധം ഉണ്ടാവും. അതൊക്കെ പാടെ മറന്നു കളഞ്ഞിട്ടാ അവര് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നത്. അങ്ങനെ മറന്നു കളയുന്നതിനെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊരു പേര് വിളിക്കും, തേപ്പ്. നീ നിന്റെ അനിയത്തിയോട് പറ അവനെങ്ങനെ നൈസായിട്ട് തേക്കാൻ. ഇതൊക്കെ ഇപ്പോ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതല്ലേ? സന്ദീപിനും ആതിരയ്ക്കും പുതിയ ജീവിതം ഉണ്ടാക്കാൻ നടക്കുന്ന നീയെ നിന്റെ പഴയ ജീവിതം ശരിയാക്ക്. സച്ചിൻ നീയും എപ്പോ പിരിയുമെന്ന് നിനക്ക് പോലും അറിയില്ല. അതൊക്കെ മറന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സീരിയൽ നായിക ആവാതെ നോക്ക്. നമ്മുടെ ഈ കഥയിൽ നമുക്ക് അതൊന്നും അല്ല ആവശ്യം. സച്ചിയും അർച്ചനയും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ മറന്നിട്ട് പരസ്പരം ഒന്നാവുന്ന ഒരു സീൻ കാണാനാ ഞാൻ ഉൾപ്പെടെ എല്ലാരും കാത്തിരിക്കുന്നത്. അതിനിടയില് നീ നിന്റെ അനിയത്തിയുടെ പേരും പറഞ്ഞ് കഥ വലിച്ചു നീട്ടല്ലേ? എഴുത്തിയുടെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എഴുത്തിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയാം. അർച്ചനയും സച്ചിയും ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാം. ഞാൻ ഏട്ടത്തിയുടെ മുന്നിൽ വന്ന് കണ്ണു നിറഞ്ഞ് അപേക്ഷിക്കുന്നത് ആതിരയുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അനക്കയുടെ കൂടി കാര്യത്തിന് വേണ്ടിയാ. അവള് നാളെ കരയേണ്ടി വരരുതെന്ന് കരുതിയിട്ടാ. സന്ദീപ് എന്നോട് പറഞ്ഞത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊരുമിച്ച് മരിച്ചു കളയുന്ന. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ? അങ്ങ് പോട്ടെ എന്ന് വെക്കും.
അങ്ങനെ അവനങ്ങ് അകാലത്തിൽ പൊലിഞ്ഞു പോയാ ഞങ്ങൾ അങ്ങ് പോട്ടേന്ന് വെക്കും. എനിക്കവന് വിധിച്ചിട്ടില്ലെന്ന് ഓർത്ത് ഞാൻ സമാധാനിക്കും. ഇനി കൂടുതൽ വല്ലതും പറയാനുണ്ടോ അർച്ചനേട്ടത്തേക്ക്? ഓ, പറയുന്ന പോലെ സന്ദീപിന് എന്തെങ്കിലും പറ്റിയാ അനിയത്തിക്ക് ചുളുവിനൊരു ഭർത്താവിനെ കിട്ടില്ലല്ലോ അല്ലേ? നന്നായി ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. അത് നിങ്ങളുടെയോ നിങ്ങളുടെ അനിയത്തിയുടെയോ പിഴവ് കൊണ്ടാവും. അതിന് ബാറ്റ് ചെയ്യാൻ അർച്ചനേട്ടത്തി ഈ ഗ്രൗണ്ടിൽ ഇല്ലല്ലോ ചേച്ചി. ഇവിടെ ഞങ്ങള് കുറച്ചുപേര് കളിക്കും. കളിയും കണ്ടോണ്ട് ഫീൽഡിന് പുറത്തിരുന്നോണം. അതിനിടയിൽ ആവേശമൂത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിയ അത് ഫൗളാ. ഇന്റെയും സന്ദീപിന്റെയും ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്കറിയാം. അതിനിടയിൽ അനിയത്തിയുടെ വക്കാലത്തും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്ന അനിയത്തെ ഞാനങ്ങ് കൊല്ലും. പണ്ട് ഒരു തവണ ഞാൻ കത്തിയെടുത്തതാ. അന്ന് എന്റെ ചേച്ചി തടഞ്ഞതുകൊണ്ടാ അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാനതിന് തുനിഞ്ഞ ചേച്ചിയല്ല ദൈവം തമ്പുരാൻ തടഞ്ഞാലും അവളുടെ ഉയരെടുത്തിട്ട് കത്തി ഞാൻ താഴെ വയ്ക്കൂ. കേട്ടല്ലോ, ഇവക്ക് പണ്ടേ ഭയങ്കര കുറുമ്പാ. ഒരു കാര്യം ചെയ്യണം തോന്നിയാ അത് ചെയ്തേ അടങ്ങും. ഇവളങ്ങനെ ചെയ്താ നിനക്കും എനിക്കും അനിയത്തിമാരെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? നീ അതിനോട് പറ, സന്ദീപിന് ഇവക്കങ്ങ് വിട്ടുകൊടുക്കാൻ. ഒരിക്കലും ഞാനത് ചെയ്യില്ല. സന്ദീപിന് ആതിരെ ഇഷ്ടമാണെങ്കിൽ അവൻ ആതിരെ തന്നെ വിവാഹം കഴിക്കും. ഞാൻ മുമ്പിൽ നിന്ന് നടത്തി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഇതിൽ നിന്നൊന്ന് പിന്മാറാന്. അല്ലെങ്കിൽ എന്റെ അനിയത്തി ഇപ്പൊ കരയുന്ന പോലെ നാളെ ഒരു സമയം നീയും കരയും. നിന്റെ ചേച്ചിയുടെ വാക്കും കേട്ട് നീ ഇറങ്ങി പുറപ്പെട്ട കണ്ണീര് മാത്രമേ നിനക്ക് ബാക്കിയുണ്ടാവൂ. എന്റെ വീട്ടുകാരിപ്പോ കണ്ണ് നിറഞ്ഞ് തല താഴ്ത്തി ഇറങ്ങി പോയതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവും. അത് ഞാൻ തരുന്ന ശിക്ഷയായിരിക്കില്ല, ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ശിക്ഷയായിരിക്കും. ഞാനീ പറഞ്ഞത് നല്ല വടിവൊത്ത അക്ഷരത്തിൽ എവിടെയെങ്കിലും കുറിച്ചു വെച്ചോ രണ്ടുപേരും.
എനിക്കറിയാം അനൂപേട്ടൻ എന്തിനാ വിളിക്കുന്നതെന്ന്. ഞാനും കൂടി അറിഞ്ഞിട്ടാവും ഇതൊക്കെയെന്ന് അനൂപേട്ടൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉറപ്പാ അത്. എടുത്തി ഹലോ എടുത്തി, ഇത് ഏത് ലോകത്താ? ഞാൻ വിളിച്ചൊന്നും കേട്ടില്ലേ? ഞാൻ വേറെന്തോ ആലോചിച്ച്. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ ഞാൻ എന്തെങ്കിലും എടുത്തുതരാം. എടുത്തൊന്ന് നിന്നേ. വിശന്നോണ്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. നേരെ വെളുത്ത് ഇത്ര നേരമായിട്ടും എടുത്തി താഴോട്ടൊന്നും കണ്ടില്ല, അതുകൊണ്ട് വന്നതാ. എടുത്തിക്ക് എന്തോ ഒരു വിഷമം പോലെ. വിഷമോ? എന്ത് വിഷമം? എനിക്കൊന്നുമില്ലടി. ഈ വീട്ടിലേക്ക് എന്റെ ഏട്ടത്തെ അമ്മയിട്ട് കയറി വന്നിട്ടേ ഏകദേശം 6 മാസമാവാൻ പോവാ. ഈ മുഖം ഒന്ന് വാടിയ എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എടുത്തിക്ക് നല്ലൊരു ഫ്രണ്ട് ഇല്ല. അതിന്റെ കുറവ് ധാരാളം ഉണ്ട്. പക്ഷെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടാണ് എൻ്റെ ഏട്ടത്തി. എല്ലാ കാര്യങ്ങളും ഓടി വന്ന് എനിക്ക് പറയാൻ പറ്റുന്ന, നമ്മളെ തിരുത്തുന്ന, നേർവഴിക്ക് നടത്തുന്ന നല്ലൊരു ഫ്രണ്ട്. നീ എനിക്കും അങ്ങനെ തന്നെയാണല്ലോ. അല്ലെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെന്തിനാ ചില കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എല്ലാം ഷെയർ ചെയ്യണ്ടേ? അത് ശരി തന്നെയാ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മാത്രം മനസ്സിരിക്കുന്നതാവും നല്ലത്. ഏതൊരു വ്യക്തിയെയും നല്ലപോലെ അറിയാവുന്നത് അവനവന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഭർത്താവിനോടോ സഹോദരങ്ങളോടോ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും നമ്മൾ പറയാൻ മടിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സങ്കടങ്ങളൊരു പരിധിവരെ മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും. അല്ലെങ്കിൽ അവരെ കൂടി വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട്. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് നല്ലൊരു ഫ്രണ്ടില്ല. എന്നും നമ്മുടെ വിഷമങ്ങൾ കേൾക്കുക മാത്രമായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടാവോ? എടുത്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് പറഞ്ഞൂടെ? വലിയ അറിവ് ലോക പരിചയമൊന്നുമില്ല, എന്നാലും ഒരഭിപ്രായം എനിക്കും പറയാലോ. ചിലപ്പോൾ നല്ല അഭിപ്രായമാണെങ്കിലോ. എന്താണേലും പറയെടുത്തി. ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? അത് വേറൊന്നുമല്ല സ്നേഹേ. സന്ദീപിന് ഈ വിവാഹത്തോട് താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞു. അവന് മറ്റൊരാളെ ഇഷ്ടം. എനിക്കത് തോന്നിയിരുന്നു. കുറച്ചു ദിവസമായി എപ്പോഴും ഫോൺ വിളിയും ടെൻഷൻ അടിച്ചുള്ള നടപ്പും. എന്നിട്ട് പെൺകുട്ടി ആരാന്നുള്ളതും പറഞ്ഞോ? പറഞ്ഞു. ആരാള്?
നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആണോ, അതോ ജർമ്മനിയിൽ പഠിക്കാൻ പോയപ്പോ? അത് വേറെ ആരുമല്ല, എന്റെ അനിയത്തി ആതിരയാ. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. ഞാനും വളരെ യാദൃശികമായി ഇതറിഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ഫ്രണ്ട് ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ? അതൊരു പെൺകുട്ടിയാ. ഒരു പ്രേമത്തിലകപ്പെട്ടിട്ട് അവളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ലായിരുന്നു. അതാ എനിക്കൊരു ടെൻഷൻ. വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ കാര്യം പറയാനാ അച്ഛൻ്റെ പ്ലാൻ എന്നാ ഏട്ടത്തി പറഞ്ഞത്. സന്ദീപും അനഘയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഇതെല്ലാം സംഭവിച്ചത്. എന്നിട്ട് ഇതിപ്പോ ആർക്കൊക്കെ അറിയാം? എന്റെ വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും. ഇവിടെ എനിക്കും നിനക്കും സന്ദീപിനും പിന്നെ ആന്തികേടത്തിക്കും അനഘയ്ക്കും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. അനഘ എന്താ പറയുന്നത്? ആൾക്ക് സന്ദീപിനെ തന്നെ മതിയെന്ന്. ആദ്യകിടത്തി അവളുടെ പക്ഷത്താ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയുള്ളിടത്തി. ഈ ഒരു കാര്യം ഏട്ടത്തി ഇപ്പൊ പറഞ്ഞ പോലെ അച്ഛനോട് സൂചിപ്പിക്കണം. അച്ഛനടുത്ത് ഒരു കാര്യം പറഞ്ഞ അച്ഛനത് തള്ളിക്കളയില്ല. അച്ഛനൊരു ഗ്രീൻ സിഗ്നൽ തന്ന ബാക്കി കാര്യം നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നേട്ടത്തി, ഒരു വിവാഹം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. വേറെ ആരും അറിയാതെ ഏട്ടത്തി പോയി തഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. പിന്നീടല്ലേ ബാക്കി. അല്ലെങ്കിലും ആ അനഘ സന്ദീപേട്ടൻ കെട്ടുന്നതിനോടെ എനിക്കൊരു യോജിപ്പില്ല. ആതിര തന്നെയാ സന്ദീപേട്ടന് കറക്റ്റ്. ഇപ്പൊ തന്നെ ഇത് ഇത്രയും താമസിച്ചു. ഇനിയും വെച്ച് താമസിപ്പിച്ച നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് ഏട്ടത്തി ചെല്ല്. ചെല്ലേട്ടത്തി.